എറണാകുളം നേര്യമംഗലം മണിയമ്പാറയിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. ബസ്സിനടിയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം. വി.കെ. സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എപ്പോഴാണ് അപകടമുണ്ടായത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നീണ്ടപാറയ്ക്ക് നേര്യമംഗലത്തിനും ഇടുക്കിക്കും ഇടയിലുള്ള നീണ്ടപാറയ്ക്ക് സമീപം മണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. 2 പേര് ഇപ്പോൾ ബസ്സിനടിയിൽ കുടുങ്ങിയതായിട്ടാണ് വിവരം. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് കേൾക്കുന്നു. അതേസമയം ഫയർഫോഴ്സ്, കോതമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സും ഇടുക്കിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. 15ഓളം പേർക്ക് പരിക്ക് ഉള്ളതായും പറയുന്നുണ്ട്. ഏതായാലും വ്യക്തമായ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. ഏതായാലും ഫയർഫോഴ്സും പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അഭിലാഷ്, ഈ ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല അല്ലേ? 30 പേരിലധികം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഭിലാഷ്, അത് കൃത്യമായിട്ടുള്ള വിവരം ആയിട്ടില്ല. ഏതായാലും ഇപ്പം നാട്ടുകാരും കൂടി ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. 3 പേര് ബസ്സിനടിയിൽപ്പെട്ടതായിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച വിവരം. എങ്കിലും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ ആളെ ബസ്സിന് അകത്തു നിന്നും രക്ഷിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും കോതമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസും നേര്യമംഗലം പോലീസും അതേപോലെ കരിമണൽ പോലീസും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഭിലാഷ്, ബസ് താഴ്ചയിലേക്ക് മറിയുകയാണല്ലോ ഉണ്ടായത്. എങ്ങനെയാണ് ഈ അപകടം എന്നതിൽ പ്രാഥമികമായ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ സ്റ്റാലിൻ? കൃത്യമായ ഒരു വിവരം അധികൃതർ ആരും തന്നെ പറയുന്നില്ല. എങ്കിലും ബസിന്റെ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആയി, തകരാറായി എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ബസ് തിരിയാതെ വന്ന ഒരു സാഹചര്യം ആണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതൊരു വ്യക്തതയില്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഈ അധികൃതരൊക്കെ ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം നമുക്ക് പങ്കുവയ്ക്കുന്നത്. അഭിലാഷ്, യെസ്, അതായത് ഇതൊരു അപകട മേഖലയോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായി അപകടം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നീണ്ടപാറ മണിയമ്പാറ പ്രദേശം എന്ന് പറയുന്നത് പൊതുവെ നിരന്ന പ്രദേശമാണ്. എങ്കിൽ കൂടി കൊടും വളവുകൾ, നിരവധി വളവുകളുണ്ട്. അത് ഈ പാമ്പള കവല മുതൽ ഇടുക്കി നേര്യമംഗലം റോഡിലെ പാമ്പള കവല മുതലുള്ള വനമേഖലയിൽ തുടങ്ങുമ്പോൾ മുതൽ നീണ്ടപാറ, തട്ടേക്കണ്ണി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം കൊടും വളവുകൾ കൂടിയ പ്രദേശമാണ്. അതേപോലെ തന്നെ നിരവധി യാത്രക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സീസൺ അനുസരിച്ച് അവധി സമയങ്ങളായതിന്റെ പേരിൽ നിരവധി ചെറുതും വലുതുമായ വാഹനയാത്രക്കാർ ഉള്ള ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ ഇനി ഏതെങ്കിലും ബസ്സിനെ അല്ലെങ്കിൽ വാഹനങ്ങളെ മറികടക്കാനോ അല്ലെങ്കിൽ വെട്ടിക്കാനോ ശ്രമിച്ചതിന്റെ ആണോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും അത്തരം സാഹചര്യങ്ങളും അവിടെ ഉള്ള ആളുകളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. എങ്കിലും അത് നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് സംഘങ്ങൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല, ഒരു കുട്ടിയാണ് ഈ ബസ്സിനടിയിൽ പെട്ടത് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്ത് വരുന്നുണ്ട്. ഒപ്പം പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സ്റ്റാലിൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ പ്രാഥമികമായി ലഭിക്കുന്നുണ്ടോ? ഒരാളുടെ നില മാത്രമാണ് ഒരു ഗുരുതരമായിട്ടുള്ള പറയുന്നുള്ളൂ. 15ഓളം പേർക്ക് പരിക്കുണ്ട്. അതിൽ പെട്ടവരെയാണ് കോതമംഗലത്തെ ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലേക്കുമൊക്കെ എത്തിച്ചിരിക്കുന്നത്. അതിൽ കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഉള്ളിൽ പെട്ടത് കുട്ടിയാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. അഭിലാഷ്, ബസ് മറ്റേതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പോൾ പറയുന്നതനുസരിച്ച് സ്റ്റിയറിംഗിന്റെ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അനാസ്ഥയൊന്നുമായി ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നില്ല. അഭിലാഷ്, അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താനായിട്ടില്ല. സ്റ്റിയറിംഗിന്റെ കംപ്ലൈന്റ് ആണ് എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ തിരിച്ച സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളുടെയൊക്കെ ചില നിഗമനങ്ങൾ. അതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ പുരോഗമിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു വ്യക്തമായിട്ടുള്ള അടുത്ത ഒരു ബുള്ളറ്റിലേക്ക് നമുക്ക് അതിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അഭിലാഷ്, യെസ്, എറണാകുളം നേര്യമംഗലത്ത് മണിയമ്പാറയിൽ ആണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ബസ്സിനടിയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ടൗൺ ടു ടൗൺ KSRTC ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയുന്നത്. പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒരു കുട്ടി ബസ്സിനടിയിൽപ്പെട്ടതായുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതേസമയം ബസ്സിനടിയിൽപ്പെട്ട ചിലരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വിവരം. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടം മണിയമ്പാറയിൽ ഉണ്ടായത്. അങ്ങനെ ഒരു അപകട മേഖലയല്ല അത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സ്റ്റാലിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.
അതേസമയം ബസ്സിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായി, സ്റ്റിയറിങ്ങിന് കംപ്ലൈൻ്റ് ഉണ്ടായതാണ് അപകട കാരണം എന്നും പറയുന്നു. അതൊരു കൊടുംവളവോ മറ്റോ ആണോ എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അങ്ങനെ ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതാകാം എന്ന് അനുമാനിക്കേണ്ടതായി വരുന്നുണ്ട്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രികളിൽ ആണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിലൊരാളുടെ നില ഗുരുതരം എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.